നമസ്കാരം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ കൽക്കി എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ തിയേറ്ററിൽ റിലീസ് കഴിഞ്ഞതിന് ശേഷം ഒരു വ്യക്തിയുടെ വീഡിയോ കണ്ടതിന് ശേഷം ഞാനതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ചെയ്യാനുണ്ടായ ഒരു കാരണം ഇന്ത്യൻ സിനിമ അറിയപ്പെടുന്ന അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആ പ്രഗത്ഭനായ ആ ഒരു അഭിനേതാവിന്റെ പ്രായത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ റോസ്റ്റ് ചെയ്തത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇന്ന് എടപ്പള്ളിയുള്ള വനിതാ തിയേറ്ററിൽ വെച്ച് കിട്ടിയായിരുന്നു. അദ്ദേഹത്തിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ പ്രായത്തെ അധിക്ഷേപിച്ചത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യനെ അദ്ദേഹം വളരെ മാന്യമായ രീതിയിൽ തന്നെ പ്രതികരിച്ചു. ഒരു ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പ്രായത്തെ അപമാനിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യം എന്നായിരുന്നാലും വരുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. സർവേശ്വരൻ എന്റെ മുന്നിൽ നിങ്ങളായിട്ട് ഒരു ഒരു നിമിത്തമായിട്ട് എന്റെ മുന്നിൽ കൊണ്ടുവന്നു. അതിന്റെ റീസൺ ഞാൻ പറയാം. മമ്മൂക്കയുടെ ടർബോ ഇറങ്ങിയായിരുന്നു. ടർബോ ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് പറയാണ് കിളവനാണ്, ഈ കിളവന് വേറെ ജോലിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ കാര്യം. നമ്മളെ മലയാളത്തിലെ മെഗാസ്റ്റാറാണ് നമ്മളെ മമ്മൂക്ക. അതുപോലെ തന്നെ നമ്മളെ ലാലേട്ടൻ സൂപ്പർ സ്റ്റാറാണ്. ഇവർ രണ്ടുപേരും മലയാള ഇൻഡസ്ട്രി ഇല്ല. പിന്നെ മമ്മൂക്കനെ കളിയാക്കാനായിട്ട് ആരും വളർന്നിട്ടില്ല. വേറെ ഒന്നുമല്ല, ഞാൻ ആരും കുറ്റം പറയുന്നതല്ല. ഞാൻ അമിതാഭ് ബച്ചനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കറക്റ്റായിട്ട് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയാണ്. മമ്മൂക്കയ്ക്ക് 73 വയസ്സായി, 78 വയസ്സായി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷെ ഈ വയസ്സെന്ന് പറയുന്നത് വെറും നമ്പറുകളാണ്, വെറും ടോക്കനാണ്. 55, 56, 50 ടോക്കനാണ്. പക്ഷെ പുള്ളിയുടെ മനസ്സ് ഓരോ ഫൈറ്റ് ചെയ്യാനും പറയുന്നത് പുള്ളി ഇപ്പോഴും ചെയ്യാനുള്ള ഒരു മനസ്സ്, സ്റ്റണ്ട് ചെയ്യാൻ ഗ്രൂപ്പ് വേണ്ട ചെയ്യാന്ന് പറഞ്ഞു. ആ ഒരു മനസ്സാണ് പുള്ളിയെ കൊണ്ടെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ പുള്ളിയുടെ മനസ്സുകൊണ്ട് അത് ചെയ്യുമ്പോൾ തന്നെ അതുപോലെ തന്നെ പുള്ളി ഫുഡുകളും കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് മമ്മൂക്ക ഒരു ആക്ടറാണ്. അപ്പൊ മമ്മൂക്കയുടെ സൗന്ദര്യത്തിനെ മമ്മൂക്ക സൂക്ഷിക്കുന്നു. ഒരു ആക്ടറാകുമ്പോൾ ഞാനൊരു ആക്ടറായി എന്റെ സൗന്ദര്യം ഞാൻ സൂക്ഷിക്കും. അതേപോലെ മമ്മൂക്കനെ സൂക്ഷിക്കുന്നു. അത് ഞാൻ ആരും കണ്ടിട്ട് കുറ്റം പറയേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചതിനുള്ള വ്യക്തമായ മറുപടിയല്ല അദ്ദേഹം എനിക്ക് തന്നത്. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, ഞാൻ ചോദിച്ചതിനുള്ള ഒരു വ്യക്തമായ മറുപടിയല്ല ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വീണ്ടും പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായില്ല. അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആ ഒരു അത് മമ്മൂക്കേന ഇങ്ങനെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞു, പാടുകളവനാണ് അതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചിട്ടില്ല. എന്റെ സുഹൃത്തുക്കൾ അവരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറയാം. പക്ഷെ ഞാനൊരു വിപരീതമായിട്ട് ഞാൻ മമ്മൂക്കയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. മമ്മൂക്കയുടെ മനസ്സാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കൽക്കിയിൽ അമിതാഭ് ബച്ചൻ ഒരു കളവൻ എന്ന് പറഞ്ഞ് ഞാൻ പുള്ളി അടിപൊളി കൽക്കിയിലെ അമിതാഭ് ബച്ചനാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു നെഗറ്റീവ് ഞാൻ പറഞ്ഞത്. ശരിക്കും അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ലോകം മുഴുവൻ റെസ്പെക്ട് ചെയ്യുന്ന ആ ഒരു നല്ല നടന്റെ പ്രായത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഇതേപോലെ വീഡിയോസ് ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സുഹൃത്ത് പറയുന്നത് ഇതേപോലൊരു ക്വസ്റ്റ്യൻ വീണ്ടും എന്റെ മുൻപിലേക്ക് എത്തുമെന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ ചോദിച്ചിരിക്കും. കാരണം ഒത്തിരി നല്ല ചിത്രങ്ങളിലൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു മഹാനടനെ തികച്ചും വളരെ വില കുറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന്റെ ഏജ് വെച്ചിട്ട് അളക്കുന്ന ആ ഒരു രീതി ഒരു പ്രേക്ഷകന് പോലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്കും ഫീൽ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ വനിതാ തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നേരിട്ട് ചോദിക്കാനുണ്ടായ കാരണം. അതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉദിക്കുന്നുണ്ട്. കാരണം മമ്മൂക്കയുടെ മകനായ ദുൽഖർ സൽമാന് ഒട്ടും തന്നെ അവസരം നൽകിയില്ല, അമിതാഭ് ബച്ചനാണ് കൂടുതൽ അവസരം നൽകിയതെന്ന് പറഞ്ഞാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മലയാളത്തിലെ ഇപ്പോഴെ എല്ലാ സിനിമാ നടന്മാരുടെയും മക്കളാണ് ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ അഭിനേതാവ് എന്ന് പറയുന്നത് ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാന്റെ സൗണ്ട് കൊണ്ടും തിയേറ്ററൊക്കെ ഭയങ്കര ശബ്ദ കാമ്പിയുണ്ട്, മമ്മൂക്കയെ പോലെ, പ്രമയുഗത്തെ പോലെ. അതുപോലെ ഈ ദുൽഖറിനെ ഇങ്ങനെ നമ്മുടെ ഈ തെലുങ്ക് സിനിമയിൽ കൊണ്ടുപോയി മലയാള ഇൻഡസ്ട്രിയിൽ വലിയ ഒരു മഹാനടന്റെ മകൻ, വലിയ ഒരു ഹൈപ്പിൽ വന്നു പറഞ്ഞ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് ഭാവിയിൽ വരേണ്ട ഒരു വ്യക്തിനെ ഈ കൽക്കിയിലെ തെലുങ്ക് പടത്തിൽ കൊണ്ടുപോയി ഒരു കുഞ്ഞു റോള് കൊടുത്ത്, അങ്ങനെ പുള്ളിക്ക് റോള് കൊടുക്കണമെങ്കിൽ നല്ല ഗാംഭീര്യമാണ്. നമ്മൾ മോഹൻലാൽ മമ്മൂട്ടി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണിക്കുന്നത് അതേപോലെ കൊടുക്കണം വരുന്നത്. കാര്യം നമുക്കാണ് കുറച്ച്, മലയാളികളായ നമുക്കാണ് കുറച്ചില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ മലയാളം സിനിമയെ നമ്മൾ എപ്പോഴും സ്നേഹിക്കണം. അദ്ദേഹം പറഞ്ഞ ഒത്തിരി മാന്യതകളിലൂടെയുള്ള സഞ്ചാരം മുഴുവനായിട്ടും തൃപ്തി വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ചോദിച്ചായിരുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ അമിതാഭ് ബച്ചനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ആ ഒരു മഹാനായ നടനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മുഖത്ത് നോക്കി തന്നെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അമിതാഭ് ബച്ചനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അമിതാഭ് ബച്ചനെ ഒത്തിരി ഇഷ്ടമാണോ? എങ്ങനെയാണ്? അമിതാഭ് ബച്ചൻ ഹിന്ദിയിലെ ആദ്യത്തെ പഴയ നടന്മാരിലെ ഏറ്റവും നല്ല ഷോലെ എന്ന് പറഞ്ഞ ധർമ്മേന്ദ്രനും
നമ്മുടെ അമിതാഭ് ബച്ചൻ പറയുന്ന ആ സിനിമയില് ഷോയിലെ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടു. ദോസുക്കി ഹം നഹീ തോടെംഗേ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മമ്മൂക്കനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണെങ്കിലും മമ്മൂക്കനെ മോഹൻലാലിനെ പറയാം, ആരെയാണെങ്കിലും മുഖത്തേക്ക് പച്ചക്ക് തന്നെ പറയാം. അതിന് യാതൊരു ഇൻട്രസ്റ്റിലുള്ള ഞാൻ വന്നു കഴിഞ്ഞാലും ശരി തന്നെ വെറും പിടിക്കാതെ മാത്രമേ വെറും പിടിക്കാതെ ഉള്ളൂ. തിരുവനന്തപുരത്തെ ഭാഷ പറഞ്ഞെങ്കിൽ അഴുക്ക പയലേ അല്ല അമിതാഭ് ബച്ചൻ ആക്ടിനോട് എനിക്ക് യാതൊരു അഭിനയം എന്ന് പറയുന്നത് പുള്ളിയാണ് ആ സിനിമ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത്. അവസാന നിമിഷം അദ്ദേഹത്തിന്റെ വായിൽ നാവിൽ നിന്ന് തന്നെ വീണ്ടും ആ ഒരു വാചകം വന്നു. കാരണം അമിതാഭ് ബച്ചനാണ് കൽക്കിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആ ഒരു റോൾ വളരെ സത്യസന്ധമായ രീതിയിലും നല്ല രീതിയിലും ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. നടൻ എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നടനല്ല, വർഷങ്ങളുടെ ഒരു കഠിനാധ്വാനം മമ്മൂക്കയെക്കാളും മേലെയാണ് എനിക്ക് തോന്നുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ പടങ്ങൾ നിറക്കൂട്ട്, പൊന്തൻമാട, ഡോക്ടർ അംബേദ്കർ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എടുത്തിട്ട് അമിതാഭ് ബച്ചനും ഈ മറ്റുള്ള ഫിലിം ഇൻഡസ്ട്രിയിലെല്ലാം നടന്മാരെല്ലാം നല്ല നടന്മാരാണ്. പക്ഷെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ മമ്മൂക്ക അഭിനയിക്കും പോലെ ആരഭിനയിക്കുക, അങ്ങനെ യാതൊരു നടനായിരുന്നാലും മെഗാസ്റ്റാർ ചിരഞ്ജീവി ആയിരുന്നാലും ശരി തന്നെ അങ്ങനെ അഭിനയിച്ച് കാണിക്കുക. നമ്മളെ മലയാളികളെ അഹങ്കാരം നടൻ മമ്മൂക്കാണ്. എന്തുകൊണ്ടാണ്? ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും അഭിനയം കൊണ്ട് നമ്മളെ കരയിപ്പിച്ചളായി, നമ്മളെ പ്രേക്ഷകരെ നമ്മളെ ഹൃദയത്തിൽ ഏറ്റെടുത്ത്. അതാണ് നമ്മളെ മലയാളിയിലെ നമ്മളെ മഹാനടന്മാരെന്ന് പറയുന്നത്, നമ്മളെ മമ്മൂക്ക എന്ന് പറയുന്നത്. അതാണ് മമ്മൂക്കയും ലാലേട്ടനും. വേറെ കിരീടത്തിലും ലാലേട്ടന്റെ ഒരു സീനുണ്ട്, ആ കത്തി ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ എണീക്കുമ്പോ ആ ഒരു സീൻ അമ്മയുടെ രോമം എണീക്കും. ഏറ്റവും അവസാനം എന്താ പറയാ, ആദ്യം ഒരു കുത്തുവത്തു, രണ്ടായിരം കുത്തുവത്തിട്ട് മൂന്നായിരിക്കുമ്പോഴത്തേക്ക് നിന്റെ അച്ഛനാടാ പറയണത്, നിന്റെ അച്ഛനാടാ പറയണത്, കത്തി താഴെ ഇറങ്ങാ. വീണ്ടും പറയാം നിന്റെ അച്ഛനാടാ പറയുന്നത് പറയുമ്പോഴേ ആ തിലകം വരെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ അതാണ് ലൂസിഫർ തന്നെ. നിങ്ങളെ തെലുങ്കിൽ ഡബ് നിങ്ങൾ കണ്ടിട്ടുള്ളായിരുന്നു. ലാലേട്ട് അഭിനയിച്ചപ്പോഴത്തേക്ക് ലൂസിഫർ ചിരഞ്ജീവി ഒന്ന് ചെയ്ത് സ്റ്റണ്ട് എന്തൊരിക്കണേ എന്റെ പൊന്നെ എന്തൊരു. ലാലേട്ടനാണെങ്കിൽ എങ്ങനെ ഇവിടെ ചവിട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പോയിന്റ് ആയിരിക്കും. അങ്ങനെ കാല് പോകും. അതാണ് അഭിനയം. അതാണ് ഈ കമലഹാസന്റെ സിനിമയൊക്കെ അവൻ അഭിനയിക്കാൻ മമ്മൂക്കനെ ലാലേട്ടനെ കൊണ്ട് മാത്രമേ കഴിയൂ. പിന്നെ അല്ലാതെ എന്തായാലും ഒത്തിരി വീഡിയോസുകളിൽ ഈ ഒരു വ്യക്തിയുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ അല്ല, വലിയൊരു ക്വസ്റ്റ്യൻ കൂടി അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചായിരുന്നു. അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മാജിഷ്യൻ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ജനറേഷനിൽ, അതായത് ഈ ഒരു ജനറേഷൻ അനിരുദ്ധ് എന്ന് പറയുന്ന മ്യൂസിഷ്യനെയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒത്തിരി പ്രേക്ഷകർ പറയുകയുണ്ടായി ആദ്യ സിനിമയിൽ AR റഹ്മാന്റെ മ്യൂസിക് ആണ് ഒത്തിരി ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? AR റഹ്മാൻ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. പുള്ളിയുടെ ആ ഒരു സംഗീതം നമ്മുടെ മമ്മൂക്കയുടെ പടത്തിലായിരുന്നാലും ലാലേട്ടൻ്റെ പടത്തിലായിരുന്നാലും AR റഹ്മാൻ്റെ ആയിരുന്നാലും ഒരുപാട് ഹിറ്റുകൾ ചെയ്തിട്ടുള്ളതാണ്. കാര്യം അത് ഇപ്പോഴും നമുക്ക് കേട്ടാലും മതി വരാത്തതാണ്. ഇപ്പൊ അനിരുദ്ധ് എന്ന് പറയുന്ന പുള്ളി ഇപ്പോഴുള്ള ഡയറക്ടർമാരെ കൊണ്ടുവരുന്ന വെച്ചാൽ ഇപ്പോൾ നല്ല യൂത്ത് തലമുറകൾക്ക് ഈ BGM അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ നമ്മളെ മലയാള ഇൻഡസ്ട്രി ഇനി ചലിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഇപ്പം എല്ലാം കൊച്ചു ഡയറക്ടർമാരാണ്. അപ്പൊ അവർ അതിന് കാലം മാറുന്നതനുസരിച്ച് അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മോഹൻ സിത്താര എന്ന് പറയുന്ന ആ ഒരു അഭിമാനമുള്ള ആ ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ അനിവാര്യമാണ്, അതുകൊണ്ടാണ് അനിരുദ്ധിന് ഈ ഒരു മ്യൂസിക് നൽകിയത് എന്നാണ് പറയുന്നത്. അതിനെ കുറിച്ച് അല്ല, അതില് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് പറഞ്ഞത്. കാലത്തിനകത്ത് നമ്മൾ മാറണം. നമ്മളെ മലയാളം ഇൻഡസ്ട്രി ഇപ്പൊ മാറി ഇപ്പൊ മലയാള സിനിമകളെല്ലാം മമ്പ ഹിറ്റല്ലേ അടിച്ചോണ്ടിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് അനിരുദ്ധ് എന്ന് പറയുന്ന മ്യൂസിഷ്യന്റെ ഒരു സംഗീതമാണോ AR റഹ്മാന്റെ മാജിക് രൂപത്തിലുള്ള ഒരു സംഗീതമാണോ ഒത്തിരി കാലം മനസ്സിൽ തങ്ങി നിൽക്കുന്നത്? AR റഹ്മാന്റെ ആണ് തീർച്ചയായും. ഇപ്പോഴുള്ള യൂത്ത് തലമുറകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അനിരുദ്ധിന്റെ ആയിരിക്കാം. പക്ഷെ ഇപ്പോഴും നമ്മളൊക്കെ അതിൽ കേട്ട് കഴിഞ്ഞാൽ നിൽക്കുന്ന AR റഹ്മാന്റെ സംഗീതമാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് വന്ദേ മാതരം AR റഹ്മാന്റെ ഒക്കെ വേറെ ലെവലായിരുന്നു. അതെനക്ക് ആരും ചെയ്തിട്ടില്ല. പിന്നെ ഈ ദൃശ്യം മൂവി കണ്ടായിരുന്നല്ലോ, അതിലെ ലാലേട്ടന്റെ അഭിനയം, ഈ കന്നഡയില ബാലയ്യ എന്ന് പറഞ്ഞത്, അയാൾ ട്രെയിൻ വരുമ്പം ട്രെയിനിനെ ഇങ്ങനെ അങ്ങ് പിടിച്ചു നിർത്തുമ്പോഴത്തേക്ക് ശംഭു അതൊക്കെ പയല ട്രെയിനാ നീ പാടാ ഇതിനെ ബാലയ്യ എന്തിനൊരു തള്ളു അടുത്ത 5-6 വില്ലന്മാർ വരുമ്പോഴത്തേക്ക് തോക്ക് വെച്ച് വെടിവെക്കുമ്പോൾ യാതെങ്കിലും സ്റ്റാഫിന്റെ അടപ്പിരിക്കണ ഉടനെ പയ്യൽ നീ എണീറ്റ് വാ എന്തിനാണ് ഇങ്ങനെ കാത്തിട്ട് ഒരു ചവിട്ട്. അങ്ങേര് പറയണ ദൃശ്യം കണ്ടപ്പോ പറയണ മോഹൻലാലിനെ അഭിനയിക്കാൻ അറിഞ്ഞുകൂടാന്ന്. അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഞാൻ ഒരു പ്രേക്ഷകൻ എന്നല്ലേക്ക് ഞാൻ പറയണേ, ഈ ബാലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ലാലേട്ട അഭിനയിക്കും പോലെയും നമ്മുടെ മമ്മൂക്ക് അഭിനയിക്കാൻ പറ്റും. നമ്മളെ നടന്മാരെ കുറ്റം പറഞ്ഞുകൂടാത്തതാണ്. പക്ഷെ എന്തിനാണ് നിങ്ങൾ കാണിക്കുന്നത്? ശരിക്കും നിങ്ങൾ നിങ്ങൾ അപമാനമായിട്ട് തോന്നുന്നു. അയ്യോ അപമാനം ഒന്ന് ഓ സത്യം പറയാ ഫൈനൽ കണ്ടേ പറയൂ തള്ള എന്തരടെ ഇത് നമ്മളെ തിരുവനന്തപുരത്ത് ഭാഷയാണെങ്കിൽ പറയണല്ലേ അഴുക്കപ്പയില് അത്ര തന്നെ. അല്ല വെറും മോശമായിട്ടാണ് പറഞ്ഞത്. ദൃശ്യമൊക്കെ ഇത്ര അടിപൊളിയല്ലേ, അടിപൊളി ക്ലൈമാക്സ്, അടിപൊളി ജിത്തു ജോസഫിന്റെ ഒക്കെ നമ്മുടെ നേരെ തന്നെ സിറ്റിക്ക് അഭിനയിക്കും പോലെ ഈ ബാലയ്യ അഭിനയിക്കൂ.
ഇന്നല്ല. തീർച്ചയായിട്ടും ഒത്തിരി നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ ഒരു വ്യക്തിയെ കൈയോടുകൂടി കിട്ടിയത്. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന വേൾഡ് അറിയപ്പെടുന്ന ആ ഒരു ആക്ടറെ ഏജ് അളന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രായത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു വീഡിയോ കണ്ടപ്പോഴാണ് അതിനെതിരെ എനിക്ക് പ്രതികരിക്കാൻ തോന്നിയത്. പ്രതികരണം മൂലമാണെങ്കിൽ കൂടിയും അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള മറുപടികളാണ് നമുക്ക് തന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് പ്രതികരിക്കാനാണെങ്കിൽ കമന്റ് ബോക്സിൽ വരിക.